രണ്ടാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം എന്ത് ചെയ്ത് ആകെ ഫുഡ് അടിച്ചാണോ? നമ്മള് എന്താ പറയാ 11 പവലിയനാണ് ഇന്നലെ നമ്മൾ പോയി കണ്ടത്. ഇന്ന് മിനിമം 30 എങ്കിലും എത്തണം. അതെന്റെ 100 കവർ ചെയ്യണം. 100 ഒക്കെ ഭയങ്കര പാട്. ഇത് തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണെന്ന് അറിയോ. നമ്മള് ഒന്നാമത് നമ്മളെന്താ പറയും കണ്ടിന്യൂസ് ആയിട്ടല്ല പോയത്, അത് വേറെ കാര്യം. നമ്മള് ചിലയിടത്ത് കണ്ടിന്യൂസ് വീണ്ടും തളർച്ച അല്ല അങ്ങനെയല്ല. ഒരു പവലിയന് പോയിട്ട് നമ്മള് അപ്പുറത്തെ മാപ്പിൽ വേറെ പവലിയൻ പോകും. എന്ന് വെച്ചാൽ നമ്മള് ഏറ്റവും വലിയ പവലിയനൊക്കെ നമ്മള് പോയി നോക്കി. രാവിലെ ചെന്നാണ് ജർമ്മനി കവർ ചെയ്യും. ജർമ്മനി ഭയങ്കര ക്യൂ ആണ്. ഒരു പ്ലെയിൻ ഇപ്പൊ ലാൻഡ് ചെയ്ത് കിട്ടിയില്ല. തൊട്ട് ഫ്രണ്ട് കൂടെ ലാൻഡ് ചെയ്തൊക്കെ പോയി. ഓക്കെ, അപ്പം ജർമ്മനി ഭയങ്കര ക്യൂ ആണ് പുറത്ത്. നമ്മള് എപ്പോ നോക്കി രാവിലെ പോയി നോക്കിയാലും തന്നെ 3 ലൈൻ ക്യൂ ഒക്കെ. അപ്പം നോക്കാം നമുക്ക്. അപ്പോഴാണ് നമ്മളൊരു ഗുഡ് ന്യൂസും കൂടെ അറിഞ്ഞത്. എനിക്കൊരു ട്രാഫിക് പെനാൽറ്റി കൂടെ കിട്ടിയിട്ടുണ്ടോ. ഏതോ ട്രാഫിക് സൈൻ ഫോളോ ചെയ്തല്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഈ ട്രാഫിക് സൈൻ ഒന്നും കട്ട് ചെയ്തിട്ട് ഞാൻ ഓർക്കണില്ല. നോക്കാം എന്ത് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? ഇന്നലെയും കൂടി ഉമ്മ പ്രത്യേകം എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ കാരണം കൊണ്ട് ഇക്കാക്കൊരു ഇതും വരില്ലെന്ന്. ചിലപ്പോ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നല്ലോ ട്രാഫിക് സൈൻ. എനിക്ക് അറിഞ്ഞൂടാ. ഇക്കാതെ ഫൈൻ കിട്ടി ഇന്നലെ കിട്ടിയതെന്ന്. ഇപ്പൊ രാവിലെയാണ് കണ്ടത്. 500 ദിർഹം. 500 ദിർഹം. അതിൽ കൊടുത്തിരിക്കുന്ന ഡിഡ് നോട്ട് ഫോളോ ട്രാഫിക് സൈൻ എന്ന്. പക്ഷെ ട്രാഫിക് സൈൻ ഒന്നും തെറ്റിച്ചായിട്ട് ഞാൻ ഓർക്കണില്ല. ഞാൻ ഇന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ നോക്കട്ടെ എന്താണെന്നുള്ളത്. എന്തോ അവര് കാരണം പറഞ്ഞിരിക്കുന്ന ട്രാഫിക് സൈൻ പാലിച്ചില്ല. നോക്കിയോ ലൊക്കേഷൻ നോക്കിയപ്പോ ഇക്കാടെ എന്റെ റൂമിന്റെ അടുത്തുള്ള റോഡില്ലേ, ഇന്നലെ അതിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. ഇന്നലെ അവിടെ ബ്ലോക്ക് ആയിരുന്നു. അവിടെ ഉള്ള എഴഞ്ഞാണ് പോയത്. ഇന്നലെ ആണെങ്കിൽ അത് സുദ്ധയ്ക്ക് ഉറങ്ങുമായിരുന്നു അന്നേരം. എന്നിട്ട് ഇക്ക എന്നെ ചൂണ്ടി കാണിച്ചും തന്നു ഇതാണ് റൂം എന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് അറിഞ്ഞൂടെ എന്ത് പറ്റിയത്. ഹലോ, അങ്ങനെ നമ്മൾ എക്സ്പോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബസ് കയറി അതുവരെ അങ്ങോട്ട് പോകും. അതാണ് ബസ്, നമുക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ എക്സ്പോയിൽ കയറി നമ്മൾ ആദ്യമേ ജർമ്മനി പോകാമെന്ന് വിചാരിച്ച്. കാരണം കാണിച്ചു തരാം. തുടങ്ങിയുള്ളൂ എന്ന് വെച്ചാൽ 10 മണിക്ക് എല്ലാം പവലിയൻ തുടങ്ങും. പക്ഷേ അവിടുത്തെ ക്യൂ ഉണ്ടോ, അത് അങ്ങനെ പോയിക്കോ ക്യൂ. അപ്പം നമുക്ക് ID കാർഡിനുള്ളതുകൊണ്ട് നമുക്ക് ചോദിച്ചു നോക്കണം. ഇവിടെ എല്ലാം 2 സൈഡിലും ഉണ്ട് ക്യൂ. നമ്മളിതാ മീഡിയയുടെ ടീമായതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഒരു കയറാനുള്ള ആക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറുന്നതായിരിക്കും ഈ ജർമ്മനി പവലിയനിലോട്ട്. ഇതാണ് അവിടെ മെയിൻ എൻട്രൻസ്. അങ്ങനെ മീഡിയ ടീമിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു പാസും ടാഗും കിട്ടി. അപ്പം ബാക്കിയുള്ളവർക്ക് വെയിറ്റ് ചെയ്യണ മുമ്പ് ഇതാ നമ്മൾ മാത്രമാണ് ഇപ്പം. ഇനി ബാക്കിയുള്ളവരെ കയറ്റി വെച്ചേണം. Until at some point we came along. Seemingly within the blink of an eye, mankind took the stage, and we began to shape the planet ourselves. ജർമ്മനി പവലിയൻ നമുക്ക് കളിക്കാനും ഇന്ററാക്ട് ചെയ്യാനൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഈ ബോളൊക്കെ കണ്ടപ്പോൾ റിസാന് പണ്ടത്തെ KFCയിലെ നമ്മള് ബോൾ കളിക്കാൻ പോണോ റിസാന് ഓർമ്മ വന്ന് റിസാനോട് ചാടുകയും ചെയ്ത്. റിസാൻ കളിക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് എന്നോട് നടക്കൂല. അപ്പൊ ഞാൻ നൈസ് ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ കാണാനായിട്ട് തന്നെ കുറെ ഉണ്ടായിരുന്നു ജർമ്മനി പവലിയൻ. ഇതാണെങ്കിൽ നോക്കുക, അകത്ത് കുറെ മരങ്ങളും ഇതെല്ലാം ഉണ്ട്. നിങ്ങളിൽ ആരെങ്കിലും എക്സ്പോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പവലിയനാണ് ഇഷ്ടപ്പെട്ടത്? എനിക്ക് ജർമ്മനിയാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ അകത്തുള്ള സീനറി ഒക്കെ ഉണ്ടോ, കളിക്കാനും ഇന്ററാക്ട് ചെയ്യാനും എല്ലാം കുറെ ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മൾ എക്സ്പോ കയറിയിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതും ജർമ്മനിയിൽ തന്നെയാണ്. റിസ ഇവിടെ കണ്ടില്ലേ,
ക്രിസ്ത ഇവിടെ കയറ് വലിച്ചിട്ടാണ് അകത്തുള്ള ഗെയിമിൽ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ കുറെ ടൈപ്പ് ഇതേപോലത്തെ കുറെ ടൈപ്പ് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അകത്ത്. ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ടെക്നോളജിയുടെ ഭാഗമാണ്. അപ്പോൾ ജർമ്മനി ഫുൾ ലൈക്ക് ഇന്ററാക്റ്റീവ് അല്ലേ, ഫുൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു പവലിയനാണ് നമ്മുടെ ജർമ്മനി. അവിടെ ഫുൾ ഇത്രയും തിരക്കുള്ളത്. നല്ല തിരക്ക്, കാരണം കുറേ ഉണ്ട് കാണാൻ, കുറേ ഇന്ററാക്റ്റീവ് ആണ്. വെടിവെക്കാൻ പോണോ സാർ? ഇത് കണ്ടോ, ടേബിളിൽ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഈ മാഗ്നിഫൈങ് ഗ്ലാസ് വഴി നോക്കുമ്പം അകത്ത് കുറെ എഴുതിയിരിക്കുന്നുണ്ട. അപ്പൊ ഓരോ രാജ്യത്തിന്റെയും അവരുടെ ഫാക്ട്സ് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്കൊരു മാജിക് പോലെ അകത്തൊന്നും ഇല്ല, പക്ഷെ ഇതിൽ കൂടെ നോക്കുമ്പോൾ നല്ല പച്ച കളറും എല്ലാം വന്നിട്ടുണ്ട്. ഇങ്ങനെയാണല്ലേ. Please do not use the swings yet. Please do not swing until you are invited to do so. ഇത് കണ്ട നമ്മളുടെ ID കാർഡ് വെച്ചിട്ട് നമ്മുടെ പേരെല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. അതാണ് നിങ്ങൾ ഇതാ കാണുന്നത്, സുൽത്താൻ, റിസ്വാൻ എന്നൊക്കെ എഴുതിക്കുന്ന കണ്ടില്ലേ. പിന്നെ ഞാൻ ഇത് കണ്ടില്ലേ, നമ്മൾ നാട്ടിൽ മരത്തി കെട്ടിയിടുന്ന പോലെ ഇവിടെ ഫുള്ള് റോബോട്ടിക് ഊഞ്ഞാലുകൾ ഇട്ടിരിക്കുന്നില്ലേ. ഇതിലാകുമ്പോൾ വയസ്സായവരും എല്ലാവരും നല്ലോണം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക്കും ഇതെല്ലാം ഇടുമ്പം നമ്മൾ വേറൊരു ലോകത്തിൽ ഇരിക്കുന്ന പോലെയാണ് ഇവിടെ. വേണ്ട ജർമ്മനി, എനിക്ക് ജർമ്മനി പോകാൻ പറ്റാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ജർമ്മനി പവലിയൻ കയറിയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. പക്ഷെ അടിപൊളിയല്ലേ, നല്ല ഇത്രയും കണ്ടതിൽ ജർമ്മനി. അതെ, ഇപ്പം അറിയാം എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ജർമ്മനിയുടെ തിരക്കാണ് ഇത്. 1, 2, 3, 4 ലൈൻ എന്തോ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകണം. ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ക്യൂ ഉണ്ട്. അപ്പൊ ഇത്രയും വലിയ ക്യൂ ആണ് ഈ ജർമ്മനിക്കുള്ളത്. പക്ഷെ ഫുള്ളി വർത്ത് ഇറ്റ്. ID കാർഡ് ഉള്ളതുകൊണ്ട് മാത്രമേ നമുക്ക് ജർമ്മനി കാണാൻ പറ്റിയല്ലേ. നമ്മുടെ മീഡിയ കാർഡ്, ഈ മീഡിയ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ കയറി കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നൊന്നും നടക്കൂലല്ലേ ജർമ്മനി കാണുന്നത്. നല്ല വലിയ ക്രൗഡായിരുന്നു. അടുത്ത നമുക്ക് UAE പവലിയനിലേക്ക് പോകാം. നമുക്ക് ആദ്യം വന്നപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയപ്പം ഒരു അത്യാവശ്യമുള്ള ക്യൂ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ആ ക്യൂ കയറി തന്നെ നമ്മൾ പോയി. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് കിട്ടിയത് നമ്പർ 11 ആണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. 6 ആകുമ്പോൾ, ഇപ്പോൾ 6 ആയതേ ഉള്ളൂ. നമ്മുടെ നമ്പർ ആകുമ്പം നമ്മളെ വിളിക്കും. പവേലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാൻഡ് നല്ല പ്യുവർ സാൻഡ് ആണ്. നമ്മൾ മരുഭൂമിയിലൊക്കെ കാണുന്ന സാൻഡുകളാണ് ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത്. ദർശനം കാണിച്ചിരുന്ന കണ്ടത് നല്ല പ്യുവർ സാൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു ഡെസേർട്ടിൽ നടക്കുന്ന ഫീലാണ് കിട്ടുന്നത്. കാരണം ചുറ്റിനും നമ്മൾ എന്താ പറയും, ഡെസേർട്ടിന്റെ ഒരു മണലൊക്കെയാണ് ഉള്ളത്. അതിന്റെ സ്മെല്ലും ഇതെല്ലാം കാരണം നമുക്ക് എന്താ പറയും, കറക്റ്റ് ഡെസേർട്ടിൽ നടക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. UAEയുടെ ഫാസ്റ്റ് ആണ് ഈ ഡെസേർട്ട് നടക്കുന്ന അനുസരിച്ച് അവിടെ UAEയുടെ ഫ്യൂച്ചർ കാണിക്കും. ലുക്സ് ലൈക്ക് an എയർപോർട്ട്. ഇതാണ് നാനോ കോട്ടഡ് സോൾട്ട് പാർട്ടിക്കിൾ. മറ്റേ ക്ലൗഡ് അവർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത്. സ്മാർട്ട് ടാക്സി. പക്ഷേ ഇത് ഓടിക്കുന്നതനുസരിച്ച് നമ്മളുടെ എന്താ പറയും, മാപ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും ആ വീഡിയോസൊക്കെ.
2 ഡോറ് മെജസ്റ്റിക് ആയിട്ട് തുറന്നു തരും. അപ്പം നമ്മളിപ്പം എസ്റ്റോണിയയിൽ കയറാമെന്ന് വിചാരിച്ച് നമുക്കിനി അങ്ങോട്ട് കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇനി ഈ പെവിലിയൻ കണ്ടോ, നമുക്കൊരു ടെക്നോളജി ഫീൽ വരുന്ന പോലത്തെ ലൈറ്റിങ്സ് ആണ് ഇവിടെ ഫുൾ ഉള്ളത്. പിന്നെ ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ടാബ്ലറ്റിൽ നമ്മൾ എന്തോ ഡ്രിങ്കാണ് വേണ്ടത്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് വരെ മിക്സ് ചെയ്ത് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതനുസരിച്ച് റോബോട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് തരുവാണ് ചെയ്യണത്. ഞാൻ അതല്ല ആലോചിക്കണത്, ഈ റോബോട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ പാവം ജ്യൂസറുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കണത്. ഇതാകുമ്പോൾ ഇതൊരു തെറ്റും ഇല്ലാതെ എല്ലാ പ്രാവശ്യവും കറക്റ്റ് ടേസ്റ്റ് വരുന്ന ജ്യൂസായിരിക്കും അത് ഫില്ല് ചെയ്യണത്. നമുക്കിവിടെ ചിലപ്പോൾ നമ്മൾ നാരങ്ങ ജ്യൂസ് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പുളി കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മധുരം കൂടുതലായിരിക്കും. ആ ഒരു പ്രശ്നം ഇതിൽ വരുത്തേയില്ല, കാരണം റോബോട്ട് കറക്റ്റായിട്ടാണ് ഫില്ല് ചെയ്ത് തരുന്നത്. ഇങ്ങനെ പോയാൽ മിക്കവാറും ഉടൻ തന്നെ ഇവന് നാട്ടിലെയും പ്രതീക്ഷിക്കാം, കാരണം ഇവന് വിസയും പാസ്പോർട്ടൊന്നും വേണ്ടല്ലോ. അവിടെ നിന്ന് അകത്തുനിന്ന് ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വേറെ ലോകം പോലെ. എൻ്റെ അകത്തല്ലേ. നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ ഒരു പരിചയമുള്ള മുഖം. ഇതെൻ്റെ കൂടെ അബുദാബിയിൽ പഠിച്ചൊരു ഫ്രണ്ടാണ്. കൂട്ടുകാരൊക്കെ ഇങ്ങനെ നമ്മൾ കാണാതിരുന്ന് കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ. പക്ഷേ ഞാൻ ഇവിടെ സ്കൂളിൽ പഠിച്ചപ്പോൾ പരിചയപ്പെട്ടു, പക്ഷെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. നേരിട്ട് കാണുന്നത്. ഇന്നലെ നമുക്ക് ആച്ചിക്കായി കാണാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ആച്ചിക്കായി കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നടന്ന് ഇറങ്ങിയായിരുന്നു. അപ്പൊ ആച്ചിക്ക എന്ന് പറയുന്നത് നമ്മുടെ കസിൻ ബ്രദറാണ്. ആച്ചിക്കയും ഇതേപോലെ എക്സ്പോയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആച്ചിക്ക ഡ്യൂട്ടിയിലായതുകൊണ്ട് തന്നെ നമുക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത പവലിയനിലേക്കുള്ള യാത്ര തുടങ്ങി. ഇവിടെ പാകിസ്ഥാനിൽ കയറിയപ്പം നമുക്ക് തന്നെയാണ് ലോഷനും, അവരുടെ തന്നെ ലോഷനും കുറച്ച് ക്രീമും എന്താണെന്ന് എനിക്ക് അവരോട് നോക്കണം ഇനി വീട്ടിൽ പോയിട്ട്. അപ്പം താങ്ക് യു. ഈ ഒരു പവലിയന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ട ഫുള്ള് മിറേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങോട്ട് നോക്കിയാലും നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഒരു ഡിസൈൻ രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഒരു 4:30-5 മണിയായി തോന്നുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരു ട്രഷർ ഹണ്ട് പോലെ ഉണ്ട്. എന്നുവെച്ചാൽ എല്ലാ ലൊക്കേഷനിലും ഇവിടെ പോയിട്ട് സ്റ്റാമ്പ് അടിച്ച് എല്ലായിടത്തും ഇപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. അവിടെ ഫുൾ സ്റ്റാമ്പ് അടിക്കുകയാണെങ്കിൽ എന്തോ ഒരു പ്രൈസ് കിട്ടും. പ്രൈസ് എന്താണെന്ന് അറിയോ? ഇല്ലില്ല, അത് ചോദിച്ചു നോക്കണം. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം വാട്ടർ ബോക്സ് ആണ്. ഇത് നമ്മൾ ഷൂസ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങാത്ത. വീഗാലാൻഡ് പോലെ അല്ലേ? വീഗാലാൻഡ് ഇത്ര വലുതാണോ? ഇത്ര ഒന്നുമില്ല, അത് പകുതിയേ ഉള്ളൂ. ഇതുണ്ട്, നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ അകത്ത് കയറാൻ പറ്റില്ലല്ലോ. ഇതുണ്ട്, കാറ്റനുസരിച്ചിട്ട് തിരിഞ്ഞിരിഞ്ഞ് വെക്കൊണ്ടിരിക്കുക. സമയം 5:25. ഇവിടുത്തെ 5:25 തള്ളാണിത്. ഇവിടെയാണെങ്കിൽ അടിപൊളി കോസ്പ്ലേ ഉണ്ട്.
ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കായുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വേണം റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പോകാൻ, കാരണം നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഫുള്ള് നമ്മൾ എക്സ്പോയിൽ ഇരുന്നിട്ട് അവസാനം നമ്മൾ കഴിക്കാൻ വന്നിരിക്കുവാണ്. എന്താ കഴിക്കാൻ വന്നത്? ഗ്രില്ലും ബ്രോസ്റ്റഡും, സ്പൈസി ബ്രോസ്റ്റഡ്. എന്നിട്ട് ഞാൻ ഒരു അറബി ഡിഷും കൂടി പറഞ്ഞു. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശം. അതെന്തെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീം, ഒരു അറബിക് ഐസ്ക്രീം, പൂസ. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇനി വന്നിട്ടാണ് അറിയേണ്ടത് എന്താണ് സംഭവം. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിന്നറിന് എവിടെയും വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞില്ലേ? ഇനി ഫോൺ അടച്ചു വെക്കണം. Thank you. Olives. Burger. What is that? Burger. No, what is that actually? Radish? It looks like meat. Thank you. ഇവിടുത്തെ സ്പെഷ്യൽ ഇത് ഐസ്ക്രീമാണ്. വിലയിട്ട നെട്ടും. Very cheap. ഓ അടിപൊളി. What is? സ്ട്രോബെറി, കാഷ്നട്ട്, ഇതിന്റെ ബാക്കി ഐസ്ക്രീം. So good. I don't know pistachio and stuff. Sultan got it കുറച്ച് വെച്ചിട്ട്. Okay, Baba. Thank you. Fresh kubus. ഇത് freshly baked ആണ്. ഉള്ളിക്കണം. മിക്സ് ഗ്രില്ല്. താങ്ക് യു. നല്ല ചൂടാണ്. ചൂട് ആവി ഉറക്കണ ചിക്കനാണ്. അടിപൊളിയാണ്. വാ പൊള്ളിയാ. കൊള്ളിയില്ല, പക്ഷെ നല്ല ചൂടുണ്ട്. ടേസ്റ്റ് ഉണ്ടോ? So good. Like even the kubus and this garlic paste, ഇത് രണ്ടും ആണെങ്കിൽ മാത്രമാണെങ്കിലും അടിപൊളി ടേസ്റ്റ്. അതെ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടിപൊളിയായിട്ടുള്ള അടുത്ത വിശേഷങ്ങളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.